അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് സഫാരിയാണ്. അതിന് നമ്മുടെ വണ്ടിയിലല്ല പോയത്. ഇതിന് പ്രത്യേകം ആൾക്കാരുണ്ട്. അവർ വന്ന് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെസേർട്ട് സഫാരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മരുഭൂമിയിലുള്ള യാത്രയാണ്. മരുഭൂമിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മോളെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ മരുഭൂമിയുടെ അടുത്തെത്തി കിട്ടല്ലോ. പക്ഷേ നമ്മൾ പോകുന്ന വണ്ടിയിലല്ല ഈ ഡെസേർട്ട് സഫാരി നടത്തുന്നത്. അവിടെ ചെന്ന് ഇറക്കിയ ശേഷം അവരുടേതായ ഈ മണ്ണിൽ പുതഞ്ഞ് പോകുന്ന വണ്ടികളിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയതൊരു ഇനോവ പോലത്തെ വണ്ടിയിലാണ്. അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് വേറെ വണ്ടിയിൽ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ വണ്ടികളിൽ മാത്രമേ ഈ മണലിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഇപ്പോൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു വണ്ടിയിൽ കയറ്റി കേട്ടോ. ഈ വണ്ടിക്കുള്ളിലെന്ന് വെച്ചാൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രമേ നമുക്ക് യാത്ര പോകാൻ പറ്റത്തുള്ളൂ. അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് യാത്ര പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര കുന്നിക്കൂടി കയറി, കുന്നിൽ നിന്ന് താഴെ ഇറങ്ങി, അവിടുന്ന് ചാടി വേറൊരു കുന്നിൽ കയറി, ഇങ്ങനെ ഹൈ സ്പീഡിൽ ഭയങ്കര സ്പീഡിൽ തെറിച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റിലേ എൻ്റെ ഫ്രണ്ട് വിളിച്ച് അവരോട് സംസാരിച്ചായിരുന്നു. മോൾക്ക് സുഖമില്ലാത്തതാണ്, മോളെ അത്രയും സ്പീഡിൽ കൊണ്ടുപോകരുത് എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാനും വണ്ടി കയറിയപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ നമ്മളെ പതുക്കെയാണ് മോളെ കൊണ്ടുപോയത്. പക്ഷേ ഓമിക്ക് കുറച്ച് ഭയങ്കര ത്രില്ലായിരുന്നു അതിനുള്ളിൽ ഈ മണ്ണിലൊക്കെ കുതിച്ച് ചാടി പോകുമ്പോൾ. പക്ഷേ അപ്പൂസ് ഹാപ്പി ആയിട്ടിരുന്നു. ഭയങ്കര രസകരമായിട്ടാണ് അവൾ ഇരുന്ന് കണ്ടത്. അവൾക്ക് അതൊന്നും ഒരു ഫീൽ ചെയ്തൊന്നുമില്ല. എനിക്കായിരുന്നു പേടി ശരിക്കും പറഞ്ഞു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലായിരുന്നേ. അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കണ്ടു. അവിടെ നിന്ന് നേരെ പോകുന്നത് എവിടെയാണെന്ന് നോക്കിക്കോണേ. ഇനിയാണ് കാണാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദുബായി പോയാൽ രണ്ട് സാധനം വേണം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കാണാൻ പറ്റുന്നത്. ഒന്ന് ഡെസേർട്ട് സഫാരി, അത് കഴിഞ്ഞ് ബുർജ് ഖലീഫ. എനിക്ക് ശരിക്കും ഫസ്റ്റിൽ ഇഷ്ടപ്പെട്ട ഡെസേർട്ട് സഫാരി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബുർജ് ഖലീഫ. അപ്പം നമുക്ക് കാണാം. ഈ പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് കണ്ടോ? ഇങ്ങനെ ചാടിച്ച് മരുഭൂമിക്കകത്ത് നിറച്ച് മരങ്ങളാണ് കേട്ടോ. അതുകൂടെ ശ്രദ്ധിച്ചോണേ. നിറയെ മരങ്ങളാണ്. ഇങ്ങനെ ചാടിച്ച് കൊണ്ടു. ഇനി നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴുള്ളത് കാണാം കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും നമ്മൾ നിരപ്പായ മണ്ണിക്കൂടി പോകണമെന്നല്ലേ? ഒരിക്കലുമല്ല. ഒരു കുന്നിൽ കയറി ഒരു കുഴിയിൽ ചാടി, ഒരു കുന്നിൽ കയറി ഒരു കുഴിയിൽ ചാടിക്കാണ് പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ തോന്നുന്നതാണ് നമ്മൾ നിരപ്പെന്ന്. പക്ഷെ ഒന്നുമല്ല. ഈ ചാട്ടമൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കമരുന്നത് കുഴികളിൽ ചാടി തെന്നി പോകുന്നതാണ്. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിറങ്ങിയ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലി ഡാൻസും ഒട്ടകങ്ങളും ബൈക്ക് റൈഡിങ്ങും ഉള്ള സ്ഥലത്തേക്കാണ് വന്നത്. അപ്പോൾ നമുക്കിനി അത് വേണം കാണാൻ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരാൾക്ക് നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടുന്ന് നമ്മുടെ ഡെസേർട്ട് സഫാരി നടക്കുന്ന സ്ഥലം വരെ കൊണ്ടുപോകുന്നതിന് 80 ദിർഹമാണ്. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർ കൂടി 240 ദിർഹമായി. ആ പൈസ കൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കണം. എപ്പോഴും പോകുമ്പോഴും ഇങ്ങനെ ഓരോ കാൽക്കുലേഷൻ വേണം. അപ്പം നമ്മുടെ പിന്നാലെ ഓരോരോ വണ്ടികൾ വരുന്നത് കണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത്. ഇപ്പോൾ കാണും, തിങ്ങി നിറയും. 8 മണി ആവുന്നതിന് മുന്നേ നല്ലോണം 6 മണിക്ക് ആകുമ്പോൾ, ഞങ്ങൾ 4:30 എത്തി. 6 മണി ആകുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഫുള്ളാവും. അപ്പം ഇവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. VIP പാസ്സും ഉണ്ട്, സാധാരണ നോർമൽ പാസ്സും ഉണ്ട്. ബൊഫയാണ്, ഫുഡെല്ലാം ബൊഫയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് കണ്ടല്ലോ, നമ്മുടെ മരുഭൂമിയിൽ ഒട്ടകങ്ങളും കുതിരയും എല്ലാവരും ഉണ്ട്. അപ്പം അവിടെയാണെങ്കിൽ നിറച്ച് പൂച്ചയുണ്ട്. എവിടെ പോയാലും അവിടെ പൂച്ചയാണ്. ദുബായ് ഫുള്ള് നമ്മുടെ കേരളത്തിലെ പൂച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓമിക്കുട്ടനൊരു പൂച്ചയെ കിട്ടി. ഓമിക്കുട്ടൻ പൂച്ചയുടെ പുറകെ പോയി. ഇത് കണ്ടോ, ഇതാണ് ജോലി. അവിടെയുള്ള പൂച്ചകളെല്ലാം ഇണങ്ങും. അപ്പോൾ അപ്പൂസിനെ ഞങ്ങൾ ബെല്ലി ഡാൻസ് കളിക്കുന്ന ആ സ്ഥലത്തിരുത്തിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഇനി ഒട്ടക സവാരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. പക്ഷേ ഓമിക്കുട്ടൻ പൂച്ചയെ വിടത്തില്ല. അവൻ പൂച്ചയുടെ പുറകെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഞങ്ങളെടുത്തത് VIP പാസ്സാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വണ്ടി സ്ഥലം വരെ കൊണ്ടുവിടുന്നതിന് വേറെ ടിക്കറ്റും VIP പാസ്സിന് ഒരാൾക്ക് 175 രൂപ വെച്ചാണ്. അപ്പോൾ അങ്ങനെ VIP പാസ്, അല്ലാത്തതിന് പൈസ കുറവുമാണ്. അപ്പം VIP പാസ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാഴ്ച. നല്ല ഫുഡും പിന്നെ ഇരിക്കാനുള്ള ഫെസിലിറ്റി അല്ല. അപ്പോൾ മോളെ ഞങ്ങൾ സേഫായിട്ട് ഒരിടത്ത് കൊണ്ടിരുത്തി. ഇത് കണ്ടല്ലോ, ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു.
അപ്പോൾ ഇവർ വന്നിട്ട് ഇംഗ്ലണ്ടുകാരാണ്. അപ്പോൾ അപ്പൂസിനെ ഞങ്ങൾ അവരുടെ കയ്യിൽ സേഫായിട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത് ഒട്ടക സവാരിക്ക് പോകാൻ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്നും കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി കണ്ടോ. അപ്പോൾ ഇവരുടെ പേരാണ് മോഡും ജൂലിയും. ഇംഗ്ലണ്ടുകാരാണ്, നല്ല സ്നേഹമുള്ള 2 കുട്ടികൾ. അവർ ജോലിയുള്ളവർ, അവരിതുപോലെ ഇങ്ങനെ കറങ്ങാനായിട്ട് നടക്കുന്നവരാണ്. അപ്പം ഞാൻ തിരുവനന്തപുരത്തേക്ക് ഞങ്ങളുടെ വീട്ടിലത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത വെക്കേഷനിൽ എന്തായാലും അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സേഫായിട്ട് അപ്പൂസിനെ നമ്മൾ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോവാണേ, ഒട്ടക സവാരിക്ക് പോവാണേ. പിന്നെ അപ്പൂനെ എവിടെയെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സമാധാനമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇതാണ് VIP പാസ്. ഓപ്പോസിറ്റ് സൈഡിൽ ചെയർ ഇട്ടിട്ടുണ്ട്, ഇതേ സെയിം കളറിൽ തന്നെ അപ്പുറത്ത് ചെയർ ഇട്ടിട്ടുണ്ട്, അതാണ് നോർമൽ പാസ്. അപ്പം അടുത്ത് ഞങ്ങളിത് ഇതൊരു ഉള്ളിലൊരു സ്ഥലത്താണ്, ഇതിന് പുറത്താണ് നമ്മളിനി ഒട്ടക സവാരിക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെ നല്ല പച്ചപ്പാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും മരുഭൂമിയല്ലേ പച്ചപ്പല്ലേ. ഞാൻ ഒട്ടകത്തിൻ്റെ പുറത്തോട്ടൊക്കെ അങ്ങോട്ട് കയറി പിടിച്ചു, ഓമിക്കുട്ടനെയും കയറി. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ബൈക്ക് റൈഡിങ് ഉണ്ട്. ബൈക്ക് റൈഡിങ് എനിക്ക് ഇച്ചിരി പേടിയുള്ളതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ ഭയങ്കര ടിക്കറ്റിനും ഭയങ്കര റേറ്റാണ്, 220 അല്ലേ, 220 എന്തോ ആണ് ബൈക്ക് റൈഡിങ്ങിന്. അപ്പം ഞങ്ങളത് എന്തായാലും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ ഒട്ടകത്തിൻ്റെ പുറത്ത് അങ്ങനെ ഇരുന്ന് നടന്ന് പോയി. പക്ഷേ ഇച്ചിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ അത് നമ്മളെ തള്ളിയിടുമോയെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യില്ല, പിടിക്കാൻ ആളുള്ളത് കൊണ്ടാവാം നമ്മളെ സുഖമായിട്ടും സേഫായിട്ടും അത് കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങളെ ഇറക്കേണ്ടടുത്ത് തന്നെ അവരിറക്കി തന്നു. ദേ കണ്ടോ, ഞങ്ങളങ്ങനെ സുഖമായിട്ടൊക്കെ ഇരുന്നാണ് വന്നേ. പക്ഷേ ഇത് താഴെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു പേടി. നോക്കുന്ന നോട്ടം കണ്ടോ. ഇങ്ങനെയൊക്കെ നോക്കി ചിരിച്ച് ഞങ്ങൾ ആസ്വദിച്ചൊക്കെയാണ് വന്ന് അവിടെ ഇരുന്ന്. ഇപ്പോൾ ഒരു ഇരുത്തമുണ്ട്, ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു കുലുക്കമുണ്ട്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഹോമിക്ക് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നിവിടെ ഇറങ്ങി. ഇനി ഇരുട്ടി തുടങ്ങി. ഇനി ഞങ്ങൾ ഫംഗ്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി സമാധാനത്തിൽ വന്ന് അതിൻ്റെ തലയൊക്കെ ഒന്ന് തടവി സന്തോഷിപ്പിച്ചിട്ടൊക്കെ ഞങ്ങളിത് ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഫംഗ്ഷൻ തുടങ്ങേണ്ട സ്ഥലത്തേക്ക് പോയി മോളടുത്ത് ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയി അവിടെ എത്തിയിട്ടുള്ള സീനുകളാണ് ഇനിയുള്ളതാണ് കാണാൻ. അതിമനോഹരം, അതിരസവും, മറക്കാനാവാത്ത, ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത കാഴ്ചകളുമാണ്. നമ്മുടെ മനസ്സിന് ഇപ്പോഴും പോവാതെ കിടക്കുന്ന ആ യാത്രകളാണ് ഇനിയുള്ളത്. ഇത് കണ്ടോ, കയ്യിൽ സീലടിച്ചതാണ്. VIP പാസ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ അവർ സീലടിച്ച് തരും. ഇതാണ് നമുക്ക് ഫസ്റ്റ് ആ എൻട്രൻസിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ സീൽ. ടിക്കറ്റൊന്നുമല്ല, കയ്യിൽ സീലാണ് അടിച്ചു തരുന്നത് കേട്ടോ. ഉള്ളിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടോ, ഇതാണ് സംഭവം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ദൂരെയൊക്കെ കാണിക്കുന്നതൊക്കെ രാത്രിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ ലൈറ്റുകൾക്കും ഓരോ കാര്യങ്ങളുണ്ട് പറയാനേ. ഇതാണ് സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടല്ലോ. അതാണ് സ്റ്റേജ്. ഇതിലാണ് ബെല്ലി ഡാൻസും ഈ ഡാൻസുകളെല്ലാം നടക്കുന്നത് ഇതിനുള്ളിൽ. ഇവിടെ കോഫിയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് തനിയെ ഉണ്ടാക്കി കപ്പെടുത്ത് തനിയെ ഉണ്ടാക്കി കുടിക്കാം. വെള്ളമുണ്ട്, ഫുഡൊക്കെ ഒരു 7:30 മണി കഴിയുമ്പോഴും നമ്മുടെ മുന്നിൽ ഫുഡ് കൊണ്ട് വെച്ച് തരത്തുള്ളൂ. എത്ര വേണമെങ്കിലും ജ്യൂസുകളെല്ലാം ബാക്കിയെല്ലാം നമ്മൾ പോയി ബൊഫെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് തന്നെ എടുത്ത് കഴിക്കാം. ഇത് കണ്ടോ, കോഫി ഇടുക, ഷുഗർ ഇടുക, കോഫി പൗഡർ ഇടുക, പാലൊഴിക്കുക, ഇതെല്ലാം നമ്മൾ തനിയെ തന്നെ ചെയ്ത് കുടിക്കണം. അങ്ങനെ കോഫിയൊക്കെ ഇട്ട് വരുമ്പോഴാണ് ഓമിക്കുട്ടൻ്റെ മുന്നിൽ നല്ല ഐസ്ക്രീം അങ്ങനെ മുമ്പേ കൊണ്ടുവച്ചു. ഓമിക്കുട്ടന് വെച്ചതല്ല, അപ്പൂസിന് വെച്ചതാണ്. അപ്പം അപ്പൂസിന് മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവച്ച് തരും. തട്ടി വീഴാണ്ടൊക്കെ എല്ലാ ഫെസിലിറ്റിയും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പോൾ ഇത് കണ്ടോ, ഓമിക്കുട്ടന് ഫസ്റ്റ് അവന് ഇഷ്ടമുള്ള സംഭവം അവൻ്റെ മുന്നിലെത്തി. ഇനിയാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഇവിടെ പല പല സംവിധാനങ്ങളും ഉണ്ട്. ഇനി അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് മൈലാഞ്ചി ഇട്ട് തരും കേട്ടോ. നമ്മളെടുത്ത VIP പാസിനകത്ത് മൈലാഞ്ചി അടക്കം കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആണ്. അപ്പം ഞാൻ എന്താ ചെയ്തറിയാം, ഞാൻ ഓമിക്കുട്ടനും കൂടി മൈലാഞ്ചി ഇടാൻ വന്നേ. അപ്പോൾ ഞാൻ എൻ്റെ കൈ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് അവർ കാണിച്ചു തരും ഏത് ഡിസൈൻ വേണമെന്ന് ചോദിക്കും, നമുക്കതനുസരിച്ച് ഡിസൈൻ ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു മോൾക്കും കൂടി മൈലാഞ്ചി ഇടണമെന്ന്. വെച്ചാൽ അവളും VIP പാസ് എടുത്തതല്ലേ, അപ്പോൾ അവൾക്കും കൊടുക്കണ്ടേ. അങ്ങനെ എൻ്റെ കയ്യിൽ നിറച്ച് പൂക്കളൊക്കെ വരച്ചിട്ട് ഞാൻ അവിടുന്ന് അവരെയും കൊണ്ട് അപ്പൂസിൻ്റെ അടുത്തും കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ കണ്ടോ, മൈലാഞ്ചി ഇടുന്ന കണ്ടോ, ഇത്ര ഭംഗിയായിട്ടൊക്കെ അവരിടുന്നത്. അവർ അതിനായിട്ടൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പോയി നമ്മുടെ പാസ് അനുസരിച്ച് നമുക്ക് എല്ലാം ചെയ്യാം. ഒരു അലർജി ഉണ്ടെങ്കിൽ ഇടാൻ പാടില്ല എന്നൊക്കെ അവരെല്ലാ വാണിങ്ങും കൊടുത്തിട്ടാണ് നമുക്കിതൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ. അങ്ങനെ കണ്ടോ ഇടുന്നേ.
അങ്ങനെ എനിക്ക് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ മോളടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവരിയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം അപ്പുറത്താണ് മോളിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ അവർ നമ്മുടെ അടുത്ത് വന്ന് ഇട്ട് തരും. അങ്ങനെ മോൾക്കും മൈലാഞ്ചി എല്ലാം ഇട്ട് സെറ്റാക്കി കൊടുത്തു. കണ്ടോ, അവളുടെ കാര്യത്തിനും അവൾക്ക് ഇട്ട് കൊടുത്തേ, നല്ല ഭംഗിയായിട്ട് ഇട്ട് കൊടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്, വീൽ ചെയറിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോയിട്ട് ആ നാട്ടിൽ വേറെ എന്ത് നിയമവും ഉള്ളൂ. വേറെ ഒരാൾക്ക് പോലും VIP സ്ഥാനം കൊടുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ ആർക്കാണെങ്കിലും വീൽ ചെയറിൽ ഇരിക്കുന്നവർക്ക് പോയിട്ടുള്ള കാര്യങ്ങളെ അവിടെ ഉള്ളൂ. അങ്ങനെ എൻ്റെ മോളും സൂപ്പറായിട്ട് മൈലാഞ്ചി ഇട്ടു. ഉമ്മിക്കുട്ടനെ ഇട്ടില്ലല്ലോ, എന്ത് രസമെന്ന് നോക്കിയാണ് അപ്പൂസിന് മൈലാഞ്ചി ഇടുന്നത്. നല്ല ഭംഗിയായിട്ട് അവൾക്ക് ശരിക്കും ഡിസൈനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ കയ്യിൽ. ഞങ്ങൾക്ക് അത്രയൊന്നും ഇട്ട് തന്നില്ല. അവൾ കുഞ്ഞായതുകൊണ്ടാവാൻ ചിലപ്പോൾ എന്തോ അവൾക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാ സ്ഥലത്തും പ്രിഫറൻസ് കിട്ടിയത്. മൊത്തം ആൾക്കാരും നല്ല ഭംഗിയായിട്ടൊക്കെ ഇട്ട് തന്നേ. അപ്പോൾ പരിപാടി തുടങ്ങാൻ സമയമായി. ലൈറ്റുകളെല്ലാം കത്തിത്തുടങ്ങി. എന്ത് രസമാണെന്നറിയോ കാണാൻ. ഇനിയാണ് കാണാൻ പോകുന്ന സീനുകളെല്ലാം. എത്ര കണ്ടാലും ശരിക്കും പറഞ്ഞാൽ മതിയാവത്തില്ല. അതിനിടയ്ക്ക് ഓമിക്കുട്ടൻ അപ്പൂസിനെ തലമുടിയൊക്കെ കഴിച്ച് ആ കാറിനകത്ത് ഉച്ചയ്ക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ നല്ല കാറ്റ് വീശിയൊക്കെ വന്നതുകൊണ്ട് അവൻ അപ്പൂസിൻ്റെ മുടിയെല്ലാം സുന്ദരിയാക്കി വെച്ച് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ട് അവളെ കെയർ ചെയ്യും. അവന് എപ്പോഴും ഡ്രസ്സിങ്ങിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അവൻ നല്ലോണം കെയർ ചെയ്യും അവളെ. ഇനി ഇതിന് പുറത്ത് പല സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സുകളുണ്ട്. അവരുടെ ഇതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരും. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. പിന്നെ ഇതുണ്ട്, അങ്ങനത്തെ സ്പ്രേ ഐറ്റംസ്, ഒത്തിരി സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് താങ്ങാത്ത ഭയങ്കര വിലയൊക്കെ ആവും കേട്ടോ. വേണമെങ്കിൽ വാങ്ങിക്കാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അവർ വന്ന് ചോദിക്കും, എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അടുത്ത് ബൊഫേക്ക് സമയമായി. ഇപ്പം ബൊഫേ കഴിച്ച ശേഷമാണ് എല്ലാ പരിപാടികളും അവിടെ തുടങ്ങുന്നത്. അപ്പം ബൊഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ബൊഫയാണ്. നമുക്ക് ഇത് നമ്മൾ കാണുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിതൊന്നും കഴിക്കത്തില്ലെന്നേ, ഒരു സാധനം കഴിക്കില്ല. ഞാൻ ഇച്ചിരി ഫ്രൂട്ട്സ് മാത്രമാണ് കഴിച്ചത്. ഉമ്മിക്കുട്ടൻ നിറച്ച് ജ്യൂസ് കഴിച്ചു. അവൻ്റെ ജോലി ജ്യൂസ് കഴിക്കൊക്കെ മാത്രമായിരുന്നേ. അവനങ്ങനെ ശരിക്കും ജ്യൂസ് കഴിച്ചു. അവന് ഹാപ്പിയായിരുന്നു. വെച്ചാൽ മോള് ഹാപ്പിയായിരുന്നു. നമുക്കിതൊക്കെ ഒരു വല്ലാത്തൊരു ത്രില്ലായിരുന്നു ശരിക്കും. ഭക്ഷണത്തിനെക്കാട്ട് ഏറെ നമുക്ക് അവിടുത്തെ പരിപാടികളായിരുന്നു നമ്മളെ മനസ്സിനെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്. അപ്പോൾ ഭക്ഷണം ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാണ്, നിറഞ്ഞ ഭക്ഷണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചു. ഒത്തിരി സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അതിനിടയ്ക്ക് മോൾക്ക് വേണ്ടി ഭക്ഷണം എടുത്തപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളൊരു സ്റ്റാഫാണോ എന്തോന്ന് അറിയില്ല കേട്ടോ. പുള്ളി മോൾക്ക് സെപ്പറേറ്റ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് മോളുടെ മുന്നിൽ പുള്ളി കൊണ്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. വല്ലാത്തൊരു മനുഷ്യൻ, സത്യം പറഞ്ഞാൽ എന്തോരം നല്ല മനുഷ്യരാന്നേ. അവർ കുഞ്ഞിനുള്ള എല്ലാ സാധനവും അവളുടെ മുന്നിൽ, ടിഷ്യൂ പേപ്പർ തൊട്ട് വെള്ളം വരെ അവൾക്ക് ആവശ്യത്തിന്, അവൾക്ക് പോയിട്ട് ബാക്കി ഞങ്ങളൊക്കെ പോയെടുക്കാം. അപ്പോൾ തന്നെ പരിപാടികൾ തുടങ്ങി കേട്ടോ. പരിപാടിയെന്ന് വെച്ചാൽ എൻ്റെ അമ്മേ, ഒന്നൊന്നര പരിപാടി. നമുക്ക് ഭക്ഷണവും കഴിക്കാൻ, നമുക്കിത് കാണുകയും ചെയ്യാം. അങ്ങനെ പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഡാൻസാണ്, അവരുടെ കലാരൂപങ്ങളും അങ്ങനെ ബെല്ലി ഡാൻസ്, തീ കൊണ്ടുള്ള കളി, പിന്നെ അവരുടെ ആ സംസ്കാരത്തിനെ കുറിച്ച് വിളിച്ച് പറയുന്ന പലതരം പരിപാടികളായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. കണ്ട് കൊതിയും തീരുന്നില്ല, സമയവും പോകുന്നില്ല. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കിടെയാണെങ്കിൽ കുറഞ്ഞത് നിങ്ങൾ കാണാനിരുന്നാൽ ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും എനിക്ക് ഈ വീഡിയോസ് എല്ലാം ഇട്ട് നിങ്ങൾക്ക് വേണ്ടി തരേണ്ടി വരും. കാര്യം ഇത്ര സമയവും ഫങ്ഷൻ ഈ പരിപാടികളായിരുന്നു. ഡാൻസിൻ്റെ പല ഭേദങ്ങൾ, തീ കൊണ്ടുള്ള കളി, അല്ലാണ്ട് അവരുടേതായ 1000 കലാരൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ. 12 മണി, എനിക്കൊന്ന് 12 മണി അടുപ്പിച്ചായി ഇത് തീർന്നപ്പോഴത്തെ. അത്രയും നേരമുള്ള ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ആയിരുന്നേ. മടുക്കത്തില്ല, അതാണ് രസം. മടുക്കത്തില്ല, കണ്ടാലും ഒട്ട് കൊതി തീരത്തില്ല. അവിടുന്ന് എണീച്ച് വരാനും തോന്നിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അതിനുള്ളിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോകളും മുറിച്ചും കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ മോനിരിക്കുന്ന ഇതിനിടയിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ പരുന്തിനെയൊക്കെ കൊണ്ടുവന്ന് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ ഫോട്ടോ എടുപ്പ്, ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ. ഞാനിത് ഒരു മണിക്കൂറുള്ള ഡാൻസിന് 3 മിനിറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചിരുന്നത്. പക്ഷേ എനിക്ക്
ഇടാതിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അത്ര മാത്രമുണ്ട്. അപ്പോൾ ഇതിലെ പലതും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്കായിട്ട് ഇടുവാണ്. ഇതിൻ്റെ സെയിം ആ പാട്ട് കേട്ടാണ്, ഒരു പാട്ടിട്ടാണ് പറ്റത്തില്ല. ചില പാട്ടുകൾ, ചിലരുടെ പാട്ടുകൾ ഇതൊക്കെ വീഡിയോ അവർ ബ്ലോക്ക് ചെയ്ത് കളയും. അതുകൊണ്ട് എനിക്ക് പാട്ടിടാതെ ഞാൻ നിങ്ങൾക്ക് സംസാരം മാത്രമാണ് ഇതിലൂടെ തരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പോകണം. ഞങ്ങൾ അവിടുന്ന് 12 മണിക്ക് ഇറങ്ങിയെങ്കിൽ പോലും പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഓമി പറയാം, അമ്മ ഇന്നൂടെ പ്ലീസ്, ഇന്നും കൂടി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പോവാമ്മ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ നടക്കത്തില്ല, ദിവസവും അടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട, ദിവസവും അടുത്തല്ലോ എന്നും പറഞ്ഞ് അവൻ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അവൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് പറയാം, നമ്മളിനി അടുത്ത് എന്നാ പോവേ, മാർച്ച് പോവോ, സ്കൂൾ വെക്കേഷന് പോവോ എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി പോകണം. കുറച്ച് സ്ഥലങ്ങൾ വിട്ടുപോയതുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം പോകേണ്ട ദുബായിൽ ഇറങ്ങിയ ഡെസേർട്ട് സഫാരി ഫസ്റ്റ് ഡേ പോയാൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഭയങ്കര ബാക്കിയെല്ലാം കാണാൻ കേട്ടോ. ഇത് കാണണമെങ്കിൽ ഒരു ദിവസം ഫുൾ ഇരിക്കണം. ഉച്ചയ്ക്ക് ഇറങ്ങി നമുക്ക് രാത്രി 12 മണി വരെ പരിപാടിയുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണക്കാക്കിയിട്ട് ഒരു ദിവസം ഫുൾ ഇതിനായിട്ട് മാറ്റി വെക്കണം. വേറെ ഒന്നിനും പോകരുത്. ഉച്ചവരെ സമയമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇത് കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ത്രില്ലൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ദിവസം തന്നെ എടുക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾക്ക് കുറേയൊക്കെ ഡാൻസും പ്രോഗ്രാംസും ഒക്കെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ പാട്ടിടാൻ പറ്റില്ല. അതിനിടയ്ക്ക് ബെല്ലി ഡാൻസ് കളിക്കുന്ന മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് മോൾക്ക് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തത്. അവിടുത്തെ നാട്ടുകാരനാണ്. പക്ഷേ മോളെ ഈ സങ്കടം മോളെ കണ്ടിട്ട് അയാൾ ഒത്തിരി കരഞ്ഞു കേട്ടോ, ഒത്തിരി കരഞ്ഞു, സഹിക്കാൻ വയ്യാതെ അയാൾ വേറൊരു സ്ഥലത്ത് പോയിരുന്ന് കരഞ്ഞു. പിന്നെ ഞാൻ ഓമിക്കുട്ടൻ പോയി ആ പുള്ളിയെ വിളിച്ചുകൊണ്ട് വന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെ നിന്നപ്പോൾ പുള്ളി പോയി ഈ ബെല്ലി ഡാൻസ് കളിക്കുന്ന ഇവരെ പോയി വിളിച്ചുകൊണ്ട് വന്നു, മോളുടെ കൂടെ ഇരുത്തി കുറേ അധികം ഫോട്ടോസ് എടുത്ത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ മറ്റുള്ളവർ വന്ന് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, പ്ലീസ് ഫോട്ടോ എടുക്കാൻ പാടില്ല, കാരണം ഇവരുടെ ഫോട്ടോസ് എടുക്കാൻ അവർ അനുവദിക്കത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരുന്നു ഫോട്ടോ എടുത്തതെന്ന് എനിക്കൊന്നും ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളോടോ ഇങ്ങനെയുള്ള വ്യക്തികളോടൊക്കെ അവർക്ക് ഭയങ്കര അമിതമായിട്ടുള്ള ഒരു സ്നേഹവും അവർക്ക് കൊടുത്ത കെയറിങ് വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ലെന്നേ. അപ്പം കുഞ്ഞിൻ്റെ കൂടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോസ് എടുത്ത് കേട്ടോ. പോയിട്ടും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നോ തിരിച്ച് റൂമിൽ പോകണമെന്നോ ഒന്നും സത്യത്തിൽ തോന്നിയില്ല കേട്ടോ. ഞങ്ങൾക്കിത് കണ്ട് അവിടെ തന്നെ ഇരിക്കാൻ തന്നെയാണ് തോന്നിയത്. പിറ്റേ ദിവസം നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോയെങ്കിൽ പോലും ഇതിന് കിട്ടിയ ആ മനോഹാരിതയൊന്നും ഞങ്ങൾക്ക് വേറെ ഒന്നിലും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇവരുടെ ഡ്രസ്സൊക്കെ വെച്ചാൽ അവരുടെ ആ ഒരു ഇതാണ്, ഒരു കൾച്ചറാണ് ബെല്ലി ഡാൻസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതിലൊരു വൃത്തികേടോ അങ്ങനെ ഒന്നും തോന്നണം. നമ്മളെ വൃത്തികേടായ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ മാത്രമേ അതിന് നമുക്ക് വൃത്തികേടായ മനസ്സും കണ്ണും വെച്ച് നമ്മൾ കാണുമ്പോഴേ അതിന് വൃത്തികേടൊന്നും തോന്നുള്ളൂ കേട്ടോ. ഇതൊന്നും ഒരു വൃത്തികേടായിട്ടൊന്നും തോന്നത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും പോകണം, കാണണം. എനിക്കൊരു അപേക്ഷയാണ് കേട്ടോ. നിങ്ങൾ ആര് പോയാലും ഫസ്റ്റ് ദുബായിൽ പോകുമ്പോൾ ആദ്യത്തെ ദിവസം ഇത് കാണണേ. അത് കഴിഞ്ഞിട്ട് ബുർജ് ഖലീഫ കാണാൻ പോകണം. പക്ഷേ ഇവരുടെയൊക്കെ ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഡാൻസുകളാണ്. ഇവരുടെ ഡ്രസ്സിങ് കോഡൊന്നും നിങ്ങൾ നോക്കരുത്. നമ്മൾ നല്ല മനസ്സോടുകൂടി എന്തും കണ്ടു നോക്കിയാണ്. അപ്പോൾ അത് നല്ലതായിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലാണ്. അതുകൊണ്ട് മാർച്ചിൽ എന്തായാലും പോകണമെന്ന് കരുതിയിരിക്കുകയാണ്. മാർച്ചിൽ ഞങ്ങൾ ഉറപ്പായിട്ടും പോകും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പോകണം. ബെല്ലി ഡാൻസും ഡെസേർട്ട് സഫാരിയും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയും ബൈക്ക് റൈഡിങ്ങും ഒക്കെ ചെയ്യണം കേട്ടോ. ഇച്ചിരി കാശൊക്കെ പോട്ടെന്നേ, നമുക്കിതൊക്കെ കിട്ടുന്ന അവസരങ്ങൾ എന്തിനാണ് നമ്മൾ കളയണേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോകണം കേട്ടോ. ഞാൻ ഇനി ഇതിൽ മ്യൂസിക് ഇടാം. എനിക്ക് മ്യൂസിക് ഇട്ട് കളിക്കുമ്പോഴേ നിങ്ങൾക്കിത് കാണാൻ തന്നെ നല്ല രസമുള്ളൂ. അപ്പോൾ ഇവരിട്ടിരിക്കുന്ന മ്യൂസിക് എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്നൊരു മ്യൂസിക്കും കൂടി ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ കണ്ടിറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ടൊന്നും ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വർണ്ണിക്കാനും പറയാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന്. കുറേ ദിവസം ഇപ്പോഴും നാട്ടിലെത്തിയിട്ട് അതേ അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ രസകരമായൊരു ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തുമ്പോൾ 1 മണിയായി കേട്ടോ. നിങ്ങളെല്ലാവരും പോകണേ. എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ആ ഇത് നിങ്ങൾക്കും കൂടി, നിങ്ങളെല്ലാവരും കൂടി കാണണമെന്ന് എൻ്റെ ഒരാഗ്രഹം.